കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഗോമതി ആനന്ദിന്റെ കയ്യില് സാവിത്രി അമ്മയ്ക്കുള്ള സെറ്റുമുണ്ടൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് നീ അമ്മയുടെ കൊട കുത്ത് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കണം എന്നൊക്കെ പറയാം. അത് പിന്നെ പ്രശ്നമാകും അമ്മേന്ന് ചോദിക്കുക. ഒരു പക്ഷേങ്കില് ഞാൻ അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും കണ്ടാലോ, അതിന് നീ അങ്ങോട്ടേക്ക് പോണ്ട, നീ മതിലിന്റെ അവിടെ നിന്നാ മതി, അമ്മ അങ്ങോട്ട് വരണ സമയത്ത് കൊടുത്താൽ മതി എന്ന് പറയണ. പിന്നീട് ആനന്ദ് എന്ത് ചെയ്യുവാണ്, ആ സെറ്റും മുണ്ടും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയത്താണ് സാവിത്രിയമ്മ അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ആനന്ദ് സാവിത്രിയമ്മനെ വിളിക്കുക. സാവിത്രിയമ്മ മതിലിന്റെ അടുത്തേക്ക് വന്നു. പിന്നീട് സാവിത്രിയമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അതെ എന്റെ കല്യാണം എന്ന് പറയണ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാണെന്ന് അമ്മമ്മയുടെ അനുഗ്രഹം ഉണ്ടാണെന്ന് പറയണം. ഇത് കേട്ടതും ആനന്ദിന്റെ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട്. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. ഇത്രയും കാലം നീ കല്യാണം നിന്റെ നടന്നില്ലോ, പക്ഷെ ദൈവമായിട്ട് നിനക്ക് ഇപ്പൊ നല്ലൊരു ആലോചന കൊണ്ട് തന്നിരിക്കുക. നല്ല പോലെ ജീവിക്കണം. അറിയാലോ നിന്റെ അമ്മയും അച്ഛനൊക്കെ എങ്ങനെയാ ജീവിക്കണേന്ന്, അതുപോലെ തന്നെ നല്ലൊരു ജീവിതമായിരിക്കണം നിനക്കും കിട്ടുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുക. ഇതിൽ പരൊരു സന്തോഷം ആനന്ദിനില്ലായിരുന്നു. സാവിത്രിയമ്മ ആ സെറ്റുമുഴും നെഞ്ചോട് ചേർക്കുകയാണ്. കാരണം ശരിക്കും ഒന്ന് അടുത്തുപോയി അനുഗ്രഹിക്കാൻ പോലും പറ്റില്ല, എങ്കിൽ പോലും അവൻ തനിക്കായിട്ട് കൊണ്ടുവന്നല്ലോ എന്നൊരു ചിന്ത മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അതുമായിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറുന്ന സമയത്ത് രാജശ്രീ ഇത് കണ്ടു. ഓഹോ, അപ്പൊ ഇതാണല്ലേ, ഇതെന്താ അമ്മ കയ്യിലെന്ന് ചോദിക്കുക. അത് പിന്നെ മനസ്സിലായി അവര് തന്നായിരിക്കും അല്ലേന്ന് ചോദിക്കണം. അമ്മയ്ക്ക് നാണമില്ലെന്ന് ചോദിക്കുക. ഞാൻ എന്തിനാ നാണം കിടന്നേ, അവന്റെ കല്യാണമാണ് ആനന്ദിന്റെ. അപ്പം അവന്റെ അമ്മയുടെ അനുഗ്രഹം മേടിക്കാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ എന്താ കുഴപ്പമിരിക്കുന്നേ. അനുഗ്രഹം മേടിച്ചപ്പോ അവൻ എനിക്ക് തന്നു, കല്യാണത്തിന് ഡ്രസ്സ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അപ്പൊ അങ്ങനെ തന്നാന്ന് പറയണം. ഇത് കേട്ടത് രാജശ്രീ പറഞ്ഞു, അമ്മേ ഇതൊക്കെ ശരിയാന്ന് തോന്നുന്നുണ്ടോ, ഇവിടെ ഇതിലായിട്ടൊരു കല്യാണം നടന്നില്ല, എല്ലാം അവര് കാരണമാ. ഇതുവരെയായിട്ടൊരു കല്യാണം പോലും നടക്കായിരുന്നേ, പക്ഷെ ഇത് കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ അമ്മ ചെയ്യുന്നേ. അലോക് ഇവിടെ ഉണ്ടെന്നുള്ള ബോധം വേണം. അവർ ഒറ്റയെടുത്ത കാരണമാ ഇതുവരെയായിട്ടൊരു കല്യാണം പോലും നടക്കായിരുന്നേ. എന്റെ മോൻ ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാ. അതിപ്പോ ആരുടെയും കുഴപ്പമാണ് രാജശ്രീ. ആനന്ദ് ഇത്രയും നാളും കാത്തിരുന്നില്ലേ, അതിനുശേഷം അവന്റെ നല്ലൊരു ആലോചന വന്നാ അതിന്റെ പേരില് ഇനിയിപ്പൊ നീ കണ്ണു കടിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. അതെ ഈ കല്യാണം നടന്നല്ലേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. നന്ദിനിക്ക് ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. നന്ദിനി പറഞ്ഞു, അല്ലെങ്കിലും അവൻ ഗുരുത്തോളവനാ, പാവാണ് അവന്. ഇത് കേട്ടപ്പം സാവിത്രിയമ്മ പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. അങ്ങനെ സന്തോഷത്തോടുകൂടി സാവിത്രിയമ്മ അകത്തേക്ക് കയറിപ്പോവാ. ഈ സമയം ബാലന് ആകെപ്പാടെ മനസ്സിലൊരു സന്തോഷമുണ്ട്, അതിൽ പല സങ്കടമുണ്ട്. കാരണം രാമേട്ടൻ ഒരു കൂടപ്പുറപ്പിനെ പോലെ തന്നെ സ്നേഹിച്ച് തന്റെ കൂടെ നിന്നല്ലോ, തന്റെ വിഷമങ്ങളും മനസ്സിലാക്കിയിട്ട് രാമേട്ടൻ ചെറിയ തുകയല്ല വലിയ തുക തന്നെ കൊണ്ട് തന്നിരിക്കുന്നേ. ഒരു പക്ഷെ താൻ പലിശയ്ക്ക് പൈസ എടുത്ത കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പം രാമേട്ടനെ സഹിച്ചില്ല. ഒരു കൂടപ്പുറപ്പ് പോലും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് പോലും തോന്നില്ല. അത്രയ്ക്ക് ഒരു സന്തോഷം സങ്കടമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. രാമേട്ടന് വേണ്ടി താൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിൽ രാമേട്ടനും തന്റെ അവസ്ഥ കണ്ടറിഞ്ഞിട്ട് തന്നെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുക. അങ്ങനെ വൈകുന്നേരം ബാലൻ വീട്ടിലേക്ക് വരുവാണ്. ആ സമയം ഗോമതി ചോദിച്ചു, ഇതെന്താ ബാലേട്ടാ ഇത്ര താമസിച്ചെന്ന് ചോദിക്കുവാണ്. അല്ല അത് പിന്നെ രാമേട്ടൻ വരാൻ ഇച്ചിരി വൈകിന്ന് പറയണം. രാമേട്ടൻ അവിടെ പോയതാ? രാമേട്ടൻ എന്തോ അത്യാവശ്യ കാര്യത്തിന് പുറത്ത് പോയതായിരുന്നു പറയണം. ഞാൻ കരുതി ഇനിയിപ്പോ വല്ല കല്യാണാവസ്ഥനായിട്ട് ബാലേട്ടൻ ഓടി നടക്കുമായിരിക്കുമെന്ന്. ബാലന്റെ മുഖം കണ്ടപ്പത്തിനും ഗോമതി ചോദിച്ചു, എന്താ ബാലേട്ടാ മുഖം എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ല, എനിക്കറിയാം ബാലേട്ടന്റെ കല്യാണം ആയി കഴിയുമ്പോഴത്തേനും ഭയങ്കര ടെൻഷൻ കൂടുന്നുണ്ടല്ലേ, പൈസയുടെ കാര്യം ഓർത്തിട്ടാണെന്ന് ചോദിക്കുക. അതൊന്നും ഇല്ല ഗോമതി എന്ന് പറയാ, നമുക്കുള്ളതുപോലെ ആഘോഷിച്ചാൽ മതി ബാലേട്ടാ, ഒത്തിരി ആർഭാടമായിട്ടൊന്നും നടത്താൻ പോണ്ട. ആർഭാടമായിട്ട് നടത്താൻ പോകുമ്പോഴല്ലേ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നേ. ഉള്ള പൈസ വെച്ച് നമുക്ക് ആഘോഷിച്ചാൽ മതി. ഇപ്പൊ അവരുടെ അത്ര നമുക്ക് ഇല്ലെങ്കിലും നമുക്കുള്ള പോലെ തന്നെ. ഇപ്പൊ നമുക്ക് പൊങ്ങച്ചം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, നാളെ നമുക്ക് മുന്നോട്ട് പോകണ്ടല്ലേന്ന് ചോദിക്കും. ഇത് കഴിയുമ്പോഴും ജീവിക്കേണ്ടല്ലേ, വലിയൊരു ഭാരം തലയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെ വീട്ടുമെന്ന് ഓർത്തിട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ബാലന്റെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് എനിക്ക് പോലും പേടിയാവുന്നുണ്ടെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, നീ പേടിക്കേണ്ട ഗോമതി, ആനന്ദിന്റെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന കല്യാണം അല്ലേന്ന് ചോദിക്കും. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന കൊത്തുന്നതല്ലേ ബാലേട്ടാ നല്ലത് എന്നൊക്കെ ഗോമതിയും പറയുന്നുണ്ട്. പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പം ആനന്ദിന്റെ ഫോണിലേക്ക് ശ്രീദേവി വിളിക്കുകയാണ്. വിളിച്ചിട്ട് ആനന്ദിനോട് ചോദിച്ചു, ആനന്ദേട്ടൻ എന്തെടുക്കാന്ന് ചോദിക്കുക. ഒന്നുമില്ല. അല്ല ശ്രീദേവി ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും. ഇല്ല കഴിച്ചില്ല, കഴിക്കണമെന്ന് പറയണം. പിന്നീട് ആനന്ദ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു, കല്യാണത്തിന്റെ ദിവസം അടുത്ത് വരുന്നതോറും എനിക്കൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയാം. ഇത് കേട്ട ആനന്ദ് ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം. ഒന്നുമില്ലാന്ന് പറയും. എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞോ, എനിക്ക് കുഴപ്പമില്ലാന്ന് പറയും. കാരണം കുറെ കാലം കല്യാണം നടക്കാതിരുന്നിട്ട് വന്നൊരാലോചന ശ്രീദേവിയുടെ. ഇനിയിപ്പോ ഈ കല്യാണം
നടന്നില്ലെങ്കിൽ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ല. ശ്രീദേവിക്ക് അറിയാലോ, ഞാൻ ഇന്ന് വരെ ആരുടെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടിയുമായിട്ട് ഞാൻ സ്നേഹത്തിലായിരുന്നു. പക്ഷെ അവസാനം അവളുടെ വേറെ കല്യാണം വേറെ നടത്തി കഴിഞ്ഞപ്പം ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആളാ ഞാൻ. അതിനുശേഷം കുറെ പെണ്ണ് കണ്ടെങ്കിലും ഒന്നും ശരിയായില്ല. ഇപ്പൊ ശ്രീദേവിനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം കല്യാണം എന്നൊരു ചിന്ത പോലും എന്റെ മനസ്സിലേക്ക് ഉണ്ടായെന്ന് പറയാം. ഇതൊക്കെ ഞാൻ തുറന്നു പറയുന്നത് എന്താന്ന് വെച്ചാൽ, നാളെ ഒരു പക്ഷേ നമ്മൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കേണ്ട അങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴെല്ലാം അറിഞ്ഞു കഴിയുമ്പം അതൊരു ചോദ്യം പറിച്ചെല്ലാം ഇടവരത്തില്ല, നമ്മുടെ മനസ്സിലൊന്നും കാണല്ല. അതുകൊണ്ടാണ് ഇപ്പൊ തുറന്നു പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടതും ശ്രീദേവിയുടെ നെഞ്ചൊന്ന് പെടയുവാണ്. എന്റെ ഭഗവാനെ, ഇത്രയും ഓപ്പൺ മൈൻഡായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആളാ ആനന്ദേട്ടൻ. മനസ്സിലൊന്നുമില്ല. താൻ ആ മനുഷ്യനോട് ചെയ്യുന്ന ചതിയാണല്ലോ, എങ്ങനെ സഹിക്കാൻ പറ്റും? ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ തന്നെ ശ്രീദേവിയുടെ നെഞ്ചൊന്ന് പെടഞ്ഞു. അല്ല, ശ്രീദേവി എന്താ മിണ്ടാത്തെന്ന് ചോദിക്കും. ഒന്നുമില്ല, കല്യാണ ഒരുക്കങ്ങൾ എന്തൊക്കെയാന്ന് ചോദിക്കാം. ഇവിടെ തകൃതിയായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാന്ന് പറയാം. ഇത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നീട് ആനന്ദ് ഓർത്തു, 3 ദിവസത്തെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛനെതിരായിട്ടും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ശ്രീദേവി പറയണോ വേണ്ടേന്ന് ആലോചിച്ചു. പിന്നെ ഓർത്തു, വേണ്ട, ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറയണ്ട. ഇനിയിപ്പോ ശ്രീദേവിയുടെ മനസ്സിൽ ഇപ്പൊ ഒരു വിഷമം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് പോയില്ല. പിന്നീട് ബാലൻ എന്ത് ചെയ്യുവാണ്, കിടക്കാൻ സ്ഥലത്ത് ഗോമതിയോട് പറഞ്ഞു, ഗോമതി, ആ ഇവന്റ് മാനേജ്മെന്റിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ലോ എന്ന് പറയണം. ഇനിയിപ്പോ എന്ത് ചെയ്യും ബാലേട്ടാന്ന് ചോദിക്കുക. എന്തെങ്കിലും ഉടനെ ചെയ്താൽ മതിയോളൂ, കാരണം കല്യാണം ഇങ്ങ് അടുത്ത് വരുക. പന്തലും പണിയുടെ കാര്യങ്ങളെല്ലാം നേരത്തെ നോക്കി നടത്തണ്ടേ. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ഗോമതി പറഞ്ഞു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ബാലേട്ടാ, ആരും എടുക്കുന്നില്ലോ, അതങ്ങനെ ആരും എടുക്കാതിരിക്കാൻ വഴിയില്ലോ എന്ന് പറയാ. ബാലൻ പറഞ്ഞു, അതാ എനിക്കും മനസ്സിലാകത്തെ. ഒരു പക്ഷേങ്കിൽ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ല. ഈ കല്യാണം മുടക്കാനായിട്ട് മനഃപൂർവ്വം ആരെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടോന്ന്. അങ്ങനെയാണെങ്കിൽ അറിയാലോ. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് എന്റെ വീട്ടുകാർ തന്നെ ചെയ്യാനേ വഴിയുള്ളൂ. ബാക്കി ആർക്കും നമ്മളോട് ശത്രുതയൊന്നും ഇല്ല ബാലേട്ടാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ ശത്രുത കാണിച്ചാലും ഇനി കല്യാണം നടക്കും. ഇത് ഈ ബാലന്റെ പ്രതിജ്ഞ, അത് ഉറപ്പായിട്ടും നടക്കും. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ കല്യാണം മുടങ്ങുന്നു ഗോമതി നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഗോമതി പറഞ്ഞു, ഇല്ല ബാലേട്ടാ, നടക്കുന്നത് തന്നെയാണ്, നടക്കും. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയണം. ആ സമയം രാജശ്രീ നേരെ അച്യുതന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അച്യുതന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം അച്യുതേട്ടാ, അവിടെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പരം ഒരു നാണക്കേട് വേറെ എവിടെ ഇല്ല. നമ്മൾ തലയും മുണ്ടിട്ടോണ്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ കല്യാണം ഒന്ന് മുടക്കാനുള്ള പണി നോക്കണമെന്ന് പറയാം. അതെന്നോർത്ത് നീ വിഷമിക്കണ്ട, അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അവൻ വലിയ ആർഭാടം കാണിക്കാനായിട്ട് പന്തൽ പണിയാൻ ആളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നല്ലേ, ആരും വരാൻ പോകുന്നില്ലെന്ന് പറയാം. അതെന്താ അച്യുതേട്ടാ അങ്ങനെ പറഞ്ഞേ? അതിലുള്ള പണികളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അവന്റെ മോന്റെ കല്യാണം നടത്തുന്നൊന്ന് കാണണം. അവന് എന്തോ വലിയ കൊമ്പത്തെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല നടപ്പ്. എന്തൊരു അഹങ്കാരമായിരുന്നു അവന്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവന്റെ കളിയാക്കലുകൾ വേറെ. അവനിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അവള് പറഞ്ഞു, രാജശ്രീ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കിലും ഉണ്ടല്ലോ, ആ ഗോമതി ഇന്ന് കാണിച്ച പരിപാടി എന്താണെന്ന് അറിയാമെന്ന് ചോദിക്കും. എന്താ? ദേ അമ്മയ്ക്ക് വരെ ഡ്രസ്സ് എടുത്ത് കൊടുത്തിരിക്കുന്നു പറയണം. അമ്മയ്ക്ക് ഡ്രസ്സോ? അതെ, ആനന്ദ് കൊണ്ട് ഡ്രസ്സ് കൊടുത്ത് അനുഗ്രഹം മേടിച്ചിരിക്കുന്നു. ഞാനത് അമ്മയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്കൊരു പുച്ഛഭാവമായിരുന്നു എന്നോട്. പിന്നെ നമ്മൾ എന്തേലും പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അത് മതിയില്ല ഇവിടെ. ഓഹോ, അപ്പൊ അത്രയ്ക്കൊക്കെ ആയി കാര്യങ്ങളല്ലേന്ന് ചോദിക്കണം. അതാ പറഞ്ഞേ, ഒരു കാരണവശാൽ ഈ കല്യാണം നടക്കില്ലെന്ന്. അവിടെ ഇരുന്നിട്ട് ആ ബാലനും ഗോമതിയൊക്കെ കരയുന്ന എനിക്ക് കാണണം അച്ഛേട്ടാ. അങ്ങനെ തന്നെ വേണമെന്ന് പറയാം. എന്നാ നീ കാത്തിരുന്നോ രാജശ്രീ, ഒരു കാരണവശാലും ആ വിവാഹം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. പിന്നീട് വൈകുന്നേരം കിടക്കാനായിട്ട് മിത്ര മുറിയിലേക്ക് ചെല്ലുകയാണ്. മിത്ര മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആര്യനോട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മിത്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആരും ചോദിച്ചല്ല, കല്യാണത്തിന്റെ തിരക്കില് നീ നിന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് ചോദിക്കുക. എന്താ ആര്യം അങ്ങനെ ചോദിച്ചേ? അല്ല, പഠിച്ചൊന്നും കാണുന്നില്ല, എത്രമാത്രം കഷ്ടപ്പെട്ടാ നിന്നെ പഠിപ്പിക്കണം നിനക്ക് അറിയാലോ അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, ആ കാര്യത്തില് ആരും വിഷമിക്കൊന്നും വേണ്ട, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അതറിഞ്ഞാ മതി, കല്യാണമൊക്കെ ഇന്ന് നാളെ അങ്ങോട്ട് പോകും, അറിയാലോ. നല്ലൊരു ഇതിന് വേണ്ടിയിട്ടാ ഇത്ര കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കാനായിട്ട് വിടുന്നേ. അതുകൊണ്ട് നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് എഴുതിയെടുക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്രനെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.